എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് LDC റെവല്യൂഷൻ ബാച്ചിന്റെ ഓറിയന്റേഷൻ സെഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് എല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന LDC 2024 അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ കോഴ്സിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2024 LDCയിൽ ഉയർന്ന റാങ്കിൽ, നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും നിങ്ങളുടെ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം, അതിന് ഞങ്ങൾക്ക് ഏതെല്ലാം രീതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇതുപോലെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു ഓറിയന്റേഷൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തത്. ധാരാളം ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങൾ കണ്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള പല ഫൈൻഡിങ്സ് ഞാൻ നിങ്ങളെ ഇവിടെ അവതരിപ്പിച്ചു തരാം. ഈ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനൽ വന്നിട്ട് ഈ PDF ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. കാരണം നിങ്ങൾക്ക് പുറത്ത് എവിടെയും കിട്ടാത്ത നോട്ട്സും റിസർച്ച് ഫൈൻഡിങ്സും ആണ് ഈ വീഡിയോയിൽ കൂടെയും PDF കൂടെ നിങ്ങൾക്ക് തരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇതിങ്ങനെ തന്നെ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ചിലപ്പോൾ ലിങ്ക് വർക്ക് ആവില്ല, അപ്പൊ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അനധി ബ്ലോഗ്സ് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ. അപ്പം ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക. നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ടെലിഗ്രാമിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക. ഡെയിലി MCQസും പിന്നീട് മോഡൽ ടെസ്റ്റുകളും ഇത്തരത്തിലും PDFs ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇവിടെ PSC പരീക്ഷകളുടെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിയ പാറ്റേണിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. പലരും ചോദിച്ചത് PDF LDC ക്ലാസ്സുകളുടെ PDF കംപ്ലീറ്റ് ഉള്ള മലയാളത്തിലായിരിക്കും. ഒരാളൊരു സംശയം ചോദിച്ചത് ഉത്തരമാണിത്. ഓക്കെ, ഇപ്പൊ LDC നേടാനായിട്ട് ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങളിപ്പോ പലരും ഒരു ഫുൾ ലെങ്ത് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ച് എന്ന് വെച്ചാൽ സിലബസ് A to Z തീർക്കുന്ന ബാച്ച് അല്ല, ഇതൊരു മെന്റർഷിപ്പ് ബാച്ച് ആണ്. ഇപ്പൊ നിങ്ങൾ മറ്റ് ഫുൾ ലെങ്ത് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ, അതിന്റെ സൈഡിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാച്ചാണ്. ഇതിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഒരിക്കലും ഓവർലോഡ് ആവില്ല. ഓവർലോഡ് ആവാത്ത രീതിയിലാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡെയിലി ഒരു 1-2 മണിക്കൂർ മാത്രം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ എല്ലാവരും പഠിക്കുന്നത് ഒരേ മെറ്റീരിയൽ ആണ്. എന്റെ ഓഡിയോക്ക് ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓഡിയോ ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ജസ്റ്റ് കമന്റ് സെക്ഷൻ പറയാം. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ തരുന്ന മെറ്റീരിയൽസ് പഠിച്ചു നിങ്ങൾക്ക് ബാക്കിയുള്ളവർ കിട്ടുന്നതിനെക്കാട്ടിയും കുറെ കൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചോദ്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. PSC ഇപ്പം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു കാര്യം ഇവിടെ നോക്കാം. നമ്മുടെ ഒരു ചാനലിന്റെ അല്ലെങ്കിൽ റാങ്ക് നേടാനുള്ള മന്ത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. AP + KK ആണ് അല്ലെ. എന്താ AP? പറഞ്ഞ AP എന്ന് വെച്ചാൽ എന്താ? ആഴത്തിൽ പഠിക്കുക. എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിവിൽ സർവീസസിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേ രീതിയിൽ എങ്ങനെയാണ് LDC അല്ലെങ്കിൽ +2 തല പരീക്ഷകളിൽ ഇപ്പം PSC ചോദിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ആഴത്തിൽ പഠിക്കുക, ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് അതിനുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിന് കൂടെ KK കറക്കി കുത്താൻ പഠിക്കണം. നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഫയർമാൻ പരീക്ഷ നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ പല പ്രാവശ്യം സിവിൽ സർവീസസിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങളിപ്പോ ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. നമുക്ക് ഈ രീതിയിൽ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഓരോ ചോദ്യങ്ങളിൽ കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കമന്റ്സ് വായിക്കാൻ പറ്റില്ല, ഞാൻ മറ്റു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് സെക്ഷനിലേക്ക് വരാം കേട്ടോ. അപ്പൊ ഒന്നാമതൊരു ചോദ്യം ഇതാ: ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? അല്ലെ, ഇത് എക്കണോമിക്സിന്റെ, മാക്രോ എക്കണോമിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ചെയ്ത്. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടില്ല, നിങ്ങൾ ഈ ഒരു ഇൻകം, വരുമാനത്തെ പറ്റിയോ എക്സ്പെൻഡിച്ചർ, ചെലവിനെ പറ്റിയോ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നിരിക്കട്ടെ, സ്റ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് എത്താൻ പറ്റും. നിങ്ങൾ ഇതിന്റെ ഉത്തരം എന്തോ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. 0 ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഇവയെല്ലാം ആണോ? ഒരു വ്യക്തിയുടെ വരുമാനം ജോലിയും കൂലി ഇല്ലെങ്കിൽ 0 ആയിരിക്കും എന്നുള്ള കാര്യം കോമൺ സെൻസ് ആണല്ലോ. ഒരാള് ഒരു ദിവസം ഫുള്ള് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, മുഴുവൻ സമയം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 0 ആയിരിക്കും. അപ്പൊ 0 കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അറ്റ് ദ സെയിം ടൈം ഒരു വ്യക്തിയുടെ വരുമാനം പോസിറ്റീവ് ആയിക്കൂടെ? പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? 0ക്ക് മുകളിലുള്ള സംഖ്യ എല്ലാം പോസിറ്റീവാ അല്ലെ. ഇപ്പൊ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോന്നു, അയാൾ 10 രൂപ കിട്ടി, അത് പോസിറ്റീവ് ആയിട്ടുള്ള വരുമാനം അല്ലേ. അല്ലെങ്കിൽ 100 രൂപ കിട്ടി, 200 രൂപ കിട്ടി, ഇപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോയി നല്ല പൈസ കിട്ടുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്താലും നമുക്ക് കിട്ടുന്ന വരുമാനം പോസിറ്റീവ് അല്ലേ. അപ്പം ഒരാളുടെ വരുമാനം ഒരു രൂപ പോലും വരുമാനം ഇല്ലാത്ത അവസ്ഥ വരാം.
പോസിറ്റീവ് ആവാം. പോസിറ്റീവ് മീൻസ് സീറോയേക്കാൾ കൂടിയ വാല്യൂ ആണ് പോസിറ്റീവ് എന്നുള്ള കോമൺ സെൻസ് ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എയും വരാം ബിയും വരാം. ഇത് നിങ്ങൾ ഓപ്ഷൻ നോക്കി നെഗറ്റീവ് ആവും. ഇനി നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ സ്റ്റക്ക് ആയിട്ടിരിക്കും. ഈശ്വര നെഗറ്റീവ് ആവോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ഡി കണ്ടോ, ഇവയെല്ലാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവയെല്ലാം എയും ബിയും കറക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഡിക്ക് മാത്രമല്ലേ കറക്റ്റ് ഓപ്ഷൻ ആവാൻ പറ്റുള്ളൂ. കാര്യം എയും വേണം ബിയും വേണം. എയും ബിയും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി അല്ലേ. ഞാൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നെഗറ്റീവും വന്നേ പറ്റത്തുള്ളൂ. കാരണം ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻകോ ഇതിന്റെ ഉള്ളിൽ വന്നേ പറ്റും. എന്താണ് നെഗറ്റീവ് ഇൻകോ എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തൽക്കാലം ഇതിന്റെ കറക്കിക്കുത്തുന്ന ആസ്പെക്ട് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചോദ്യത്തിനകത്ത്? അപ്പൊ എയും ബിയും ശരിയാണെങ്കിൽ അതിന് ഉത്തരം ഡി ആയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട്, പക്ഷെ എക്സാം ഹോൾ ആ സ്ട്രെസ്സിന്റെയും ടെൻഷന്റെയും ഉള്ളിലിരുന്ന് ഈ അപ്രോച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ഡെയിലി MCQസും ഓഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. MCQs എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത്തരത്തിൽ കറക്കി കുത്താവുന്ന എലമെന്റ്സ് ഉൾക്കൊള്ളിക്കുന്ന MCQs ആയിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കറക്കി കുത്താനുള്ള കാര്യങ്ങൾ ആ ചോദ്യത്തിന്റെ ഉള്ളിൽ കാണും. അങ്ങനെ നിങ്ങൾക്ക് കറക്കി കുത്താനുള്ള എഫക്റ്റീവ് ആയിട്ട് ട്രെയിനിങ് തരും. നമ്മൾ സിവിൽ സർവീസസിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഈ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്. ആ പാറ്റേണിലേക്കാണ് PG പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബാച്ച് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഈ ഒരു എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ കറക്കി കുത്തുന്ന ആ ഒരു പരിപാടിയിൽ എക്സ്പേർട്ട് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ചോദ്യം കണ്ടോ, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എക്കണോമിക്സിലെ ചോദ്യങ്ങളാണ് കേട്ടോ. കാര്യം അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പലരും പറഞ്ഞത്. എക്കണോമിക്സിലെ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 14ാമത്തെ ചോദ്യം, ആസ്തികളിൽ ഏറ്റവും ലിക്വിഡ് ആയ രൂപം ഏതെന്നുള്ള ചോദ്യമാണ്. ലിക്വിഡിറ്റി ഒന്നും നമുക്ക് സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു എക്കണോമിക് സിലബസ് അല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ചോദ്യം കണ്ടപ്പോഴത്തേക്കും എന്റെ മനസ്സ് പോയത് 2013 സിവിൽ സർവീസ് ചോദ്യത്തിലേക്കാണ്. ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് സിവിൽ സർവീസ് പ്രിലിംസിനകത്ത് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നിങ്ങൾ പ്രൂവ് ചെയ്ത് ഞാൻ കാണിക്കുക. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും സിവിൽ സർവീസ് 2013 ചോദിച്ച ചോദ്യം വരും. അതിനകത്തുണ്ട് കറൻസി. ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത ആൾക്കറിയാം ഏറ്റവും ലിക്വിഡ് ആയ ആസ്തി എന്ന് പറയുന്ന കറൻസി ആണുള്ളത്. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവത്തിനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാകുന്നു എന്നുള്ള കോൺസെപ്റ്റ്. ഇപ്പൊ എനിക്ക് 10 കിലോ അരി പോയി വാങ്ങിക്കണം അല്ലെ, 10 കിലോ അരി എനിക്ക് വാങ്ങിക്കണം. അപ്പം ഞാൻ എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, എന്റെ വീട്ടിന്റെ ആധാരമുണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു 25 രൂപയുണ്ട്. ഈ കൂട്ടത്തിൽ എനിക്ക് അരി വാങ്ങിക്കാൻ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന എന്താ? വീടിന്റെ ആധാരം കൊണ്ടുപോയാൽ പറ്റൂ, കയ്യിൽ വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ പറ്റൂ, ക്യാഷ് തന്നെ കൊടുക്കണം. അതായത് നമ്മളുള്ള അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ കയ്യിൽ പച്ച നോട്ട് ഉണ്ടെങ്കിലോ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ നോക്കാം. അപ്പൊ ഈ സിവിൽ സർവീസ് ചോദ്യം വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് LDC എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. അവിടെ എന്റെ കൂടെ നിന്നാൽ മതി. കാരണം നിങ്ങൾ ഈ UPSC ക്വസ്റ്റ്യൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ പറ്റുന്ന പ്രധാനപ്പെട്ട അബദ്ധം, സ്റ്റുഡൻസ് ഇതുകൊണ്ട് പേടിച്ചു പോകും, പാനിക് ആവും. അതിന്റെ ആവശ്യമില്ല, എന്റെ കൂടെ നിന്നാൽ മതി. നമുക്ക് ഇതൊക്കെ എളുപ്പത്തിന് സെറ്റ് ആക്കി തരാം. ലിക്വിഡിറ്റി എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സാധനം ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം വാങ്ങിക്കണം, അതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആസ്തിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാഷ് തന്നെ ആണല്ലോ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഫോം. ഇപ്പൊ ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? ഈ ചോദ്യത്തിന് ഉത്തരം അതായത് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണോ, ടൈം ഡിപ്പോസിറ്റ് ആണോ, സേവിങ്സ് ഡിപ്പോസിറ്റ്, കറൻസി ഡിപ്പോസിറ്റ്? ഈ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയത്തില്ലേ, കറണ്ട് അക്കൗണ്ട്. ടൈം ഡിപ്പോസിറ്റ് എന്താ? ഫിക്സഡ് ഡിപ്പോസിറ്റ്. ചില 10 വർഷത്തേക്കൊക്കെ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപയും കിട്ടും പലിശ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഇതെന്താ? സേവിങ്സ് അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യയിൽ ഒരു എല്ലാവർക്കും സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഈ കൂട്ടത്തില് നിങ്ങൾക്കൊരു 1000 രൂപ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷിലേക്കാണോ, അതോ സേവിങ്സ് അക്കൗണ്ടിലേക്കാണോ, ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കാണോ, കറണ്ട് അക്കൗണ്ടിലേക്കാണോ? ആദ്യമേ നമ്മൾ എപ്പോഴും പോകുന്നത് നമ്മുടെ പേഴ്സിലോട്ടാ. പേഴ്സിലാ കാശിരിക്കുന്നത്. അപ്പം കറൻസി വന്നേ പറ്റത്തുള്ളൂ. അപ്പം ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള സംഭവം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡർ, ലിക്വിഡിറ്റി കുറയുന്നതനുസരിച്ച് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കറൻസിക്കാണ്. അപ്പം തന്നെ നോക്കിയേ,
BO DO മാത്രമേ ഉത്തരം വരാൻ പറ്റത്തുള്ളൂ. 4 വരുന്ന അവിടെ രണ്ടിടത്തുമാണ് അല്ലെ? ഇനി നിങ്ങൾ നോക്കിയേ, കറൻസി കഴിഞ്ഞാൽ ഈ കൂട്ടത്തില് ലിക്വിഡിറ്റി ഏറ്റവും കുറവ് ഏതിനാ? ഇപ്പം ഫിക്സഡ് ഡിപ്പോസിറ്റ് അതിൽ നിന്ന് പൈസ എടുക്കാനാണോ അതോ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനാണോ എളുപ്പം? നിങ്ങൾ ATM കാർഡ് കൊണ്ട് പോവാണ്, പൈസ ബാങ്കിൽ നിന്ന് നമ്മൾ ATM കാർഡോ ചെക്കോ കൊണ്ടുപോകും. അപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് കാശ് എടുക്കാനാണോ അതോ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കാശ് വലിക്കാനാണോ ഏറ്റവും എളുപ്പം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ബുദ്ധിമുട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കാനല്ലേ, കുറച്ചുകൂടെ എളുപ്പം സേവിങ്സ് അക്കൗണ്ട്. അപ്പൊ ഈ കൂട്ടത്തിലെ ലീസ്റ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതാണ് ടൈം ഡിപ്പോസിറ്റ്. ടൈം ഡിപ്പോസിറ്റ് നമ്മൾ 2-ൽ എൻഡ് ചെയ്യുന്നത് ഏതാ നോക്കിയോ, ഇതിന് ആൻസർ ഡി ആ. ഡി. നിങ്ങൾ ഇത് രണ്ട് വിടുക. ഈ കൂട്ടത്തിൽ 1 ആണോ 3 ആണോ കൺഫ്യൂഷൻ വേണ്ട. ഈ കൂട്ടത്തിൽ ഏറ്റവും ലിക്വിഡ് ക്യാഷും ഏറ്റവും കുറവ് ലിക്വിഡിറ്റി ഫിക്സഡ് ഡിപ്പോസിറ്റും ആണെങ്കിൽ നമുക്ക് ഡി എന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ 1-നെയും 3-യെയും പറ്റി ആലോചിക്കുന്ന തല പോയിക്കണ്ട. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ ഒരു 100 ചോദ്യങ്ങൾ ഈ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇത് സിവിൽ സർവീസസിൽ റിപ്പീറ്റ് ചെയ്തൊരു തീമാണ്. ഈ ചോദ്യം എത്രത്തോളം എളുപ്പമായിരുന്നു മനസ്സിലായോ? ആസ്തികൾ ഏറ്റവും ലിക്വിഡായ രൂപം സ്വർണം. ഇതിന്റെ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് മനസ്സിലായോ? നിങ്ങൾ തമിഴ്നാടിന്റെ LDCയുടെ ചോദ്യങ്ങൾ എടുത്ത് നോക്കാം, കർണാടകയുടെ നോക്കുക, ബീഹാറിനെ നോക്കുക. അവരെല്ലാവരും ഈ ഒരു നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴാണ് പോകുന്നതെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവില്ല. നമ്മൾ ഈ നിലവാരത്തിൽ പഠിച്ചേ പറ്റും. ബിക്കോസ് നിങ്ങളൊക്കെ ഭാവിയിലെ ബ്യൂറോക്രാറ്റ്സ് ആണ്, ഉദ്യോഗസ്ഥരാണ്. ഇത്തിരി വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ ഉദ്യോഗസ്ഥരായിട്ട് പോകണം എന്നുള്ളതാണ് PSCയുടെ സ്റ്റാൻഡ്. പണ്ടത്തെ പോലെ തത്തമേ പൂച്ച കാണാതെ പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ PSCക്ക് വേണ്ട. അതും വേണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. അതിന്റെ ഒപ്പം നമ്മൾ ഇത്തിരി കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി പഠിക്കണം. ഞാൻ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് മനസ്സിലായോ? UPSC ചോദ്യപേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഞാൻ താഴെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടെ കാണിച്ചു തരാം. കണ്ടോ, ബാങ്ക് നിരക്കിനെ പറ്റി ഇപ്പം ചോദിച്ചു ചോദ്യം. ഇതൊക്കെ LDCക്കോ +2 പഠിക്കുന്ന ആരെങ്കിലും പഠിക്കുന്നതാണ് ബാങ്ക് നിരക്കിനെ പറ്റിയുള്ള ചോദ്യം. പക്ഷെ ഇതും 2013 സിവിൽ സർവീസിൽ ചോദിച്ചിട്ടുള്ളതാ. RBI എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പം നമ്മൾ ബാങ്ക് റേറ്റ് എന്നൊരു സാധനം പഠിക്കാതെ പോകത്തില്ല. അപ്പൊ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് സിവിൽ സർവീസസിലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡെയിലി നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തുടങ്ങുന്നത്. ഈ ടോപ്പിക്കിൽ സിവിൽ സർവീസസിൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ LDCക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങളുടെ റിസർച്ച് ടീമിൽ തോന്നുന്ന ടോപ്പിക്കുകൾ ഇതുപോലെ എടുത്തു വെച്ച് നിങ്ങളെ കൊണ്ട് ഡെയിലി ചെയ്യിപ്പിക്കും. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ചോദ്യം ഇതാണ്. UPSC ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, സമ്മതിക്കുന്നു. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ബൂസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺവിൻസ്ഡ് ആണോ? കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഇത്തരത്തിൽ ഈ ഒരു നിലവാരത്തിൽ പഠിക്കാം അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ഉറപ്പുള്ള ആൾക്കാരുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ളൂ. ഇനിയാണെങ്കിലും കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന ആൾക്കാർ ഈ നിലവാരത്തിൽ പഠിക്കാൻ റെഡി ആയിട്ട് വരിക. നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് പരിശീലിച്ച് നോക്കാം അല്ലെ? കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ എന്താണെന്ന ചോദ്യം. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് സാധനം പറഞ്ഞുതരാം. നമ്മുടെ ഒരു ബാങ്ക്, നമ്മുടെ ഒരു ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ബാങ്ക് ആയിക്കോട്ടെ അല്ലെ, ഇവര് സെൻട്രൽ ബാങ്കിന്റെ പലിശ കടം എടുക്കുമ്പോഴത്തേക്കും കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കിന് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയുടെ പേരെന്താ? അതിന്റെ പേരാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കിൽ വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് റേറ്റ്. ഇത് തന്നെയാണ് നമുക്ക് 2013 ചോദ്യം. ബാങ്ക് റേറ്റ് കൂട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന ചോദ്യം. ഓക്കെ, ബാങ്ക് റേറ്റ് കൂട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സിൽ വിശാലമായി നിങ്ങൾക്ക് തരും. ഇതും അത്തരത്തിലുള്ള ഒരു റേറ്റ് തന്നെയാണെന്നുള്ള കാര്യം ആലോചിക്കാം. കാര്യം ഈ ബാങ്ക് റേറ്റ് RBI ചിലപ്പോൾ കൂട്ടും. അതായത് RBI നല്ല പലിശയ്ക്ക്, അതായത് സാധാരണ 5% പലിശയ്ക്ക് RBI കടം കൊടുക്കുമായിരുന്നെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടി 10% പലിശയ്ക്കായിരിക്കും കൊടുക്കുക. അപ്പം നമ്മൾ വട്ടിപ്പലിശയ്ക്ക് പൈസ കടമെടുക്കാൻ റെഡിയാവോ? അപ്പൊ ബാങ്കുകൾ RBIയുടെ കടമെടുക്കാൻ മടിക്കും. അപ്പൊ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് RBI ചെയ്യുന്ന പരിപാടിയാണ് ബാങ്ക് റേറ്റ് കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ടൈറ്റ് മോണിറ്ററി പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ഇതിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെയൊക്കെ ക്ലാസ് എക്കണോമിക്സ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ടോപ്പിക്സിൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഉത്തരം D ആ. അതായത് ടൈറ്റ് മോണിറ്ററി പോളിസി, ലൂസ് മോണിറ്ററി പോളിസി ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊരു സൂചന, നമുക്കിനി ഭാവിയിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. കാരണം LDC പല ഘട്ടങ്ങളായിട്ടായിരിക്കും നടത്തുക. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടുന്ന് ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനുള്ള സൂചനയാണ് നമുക്കിവിടെ കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ്, ഇത്തരത്തിലുള്ള ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് ആവർത്തി ചോദിക്കുന്നു, UPSC കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചോദ്യങ്ങൾ, അതായത് എല്ലാ ചോദ്യങ്ങളും വേണ്ട, LDC സിലബസുമായി ഓവർലാപ്പ് ചെയ്തിരുന്ന ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടോ? യെസ്, ഇതിന്റെ അപ്രോച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെ പുതിയ അപ്രോച്ചുകളാണ്. ഇത് നമുക്ക് എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒക്കത്തില്ല. കുറച്ച് കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിലേക്ക് പഠന നിലവാരം ഉയർത്താൻ പറ്റുക. കാരണം ഇപ്പോഴും LDC എന്ന് പറയുമ്പോഴത്തേക്ക് കാണാപ്പാഠം പഠിച്ച് പോയി എക്സാം എഴുതാം എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഒരു പരിധി വരെ സത്യം, ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിച്ച് കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ നിങ്ങളുടെ മാർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഉയരണമെങ്കിൽ, റാങ്ക് ലിസ്റ്റ് ടോപ്പ് 10ന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കുറച്ച് കഷ്ടപ്പെടണം. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളുടെ റിസർച്ച് ടീം കഴിഞ്ഞ ഒരു 1970 മുതലുള്ള സിവിൽ സർവീസ് പ്രിലിംസ് ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന്റെ ആൻസർ കീയും അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ലിക്വിഡിറ്റിയുടെ ചോദ്യമായി, ബാങ്ക് റേറ്റിന്റെ ചോദ്യമായി. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. അല്ല, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. എനിക്ക് PSC എടുത്ത് ബഹുമാനം തോന്നിയ ഒരു ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം, അത് കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് എന്താണെന്നാ ചോദ്യം. അല്ലെ, ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു, അത് നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ഉപയോഗിക്കും. പക്ഷെ ഈ കൂട്ടത്തില് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നത് എന്താണെന്ന ചോദ്യം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന വലിയൊരു നമ്മുടെ ഒരു ശാപം എന്ന് പറയുന്നത് ഡബിൾ ബർഡൻ സിൻഡ്രോം ആണ്. DBS എന്ന് പറയും, ഡബിൾ ബർഡൻ സിൻഡ്രോം. ഇത് കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. എന്താണ് ഡബിൾ ബർഡൻ സിൻഡ്രോം? ബർഡൻ എന്ന് വെച്ചാൽ എന്താ? ശാപം, നമ്മൾ ഒരു ബാധ്യത എന്നുള്ള അർത്ഥമാണ് ബർഡൻ ഉള്ളത്, അല്ലെ? ഡബിൾ ബർഡൻ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഡബിൾ ബർഡൻ, 2 ശാപങ്ങളാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലെ കാര്യം നോക്കണം, മറ്റൊന്ന് അവരുടെ ജോലി നോക്കണം. അതായത് നമുക്കറിയാം, അപ്പം ഒരു ഭാര്യയും ഭർത്താവും 2 പേർക്കും ഉദ്യോഗം ഉണ്ടെന്നിരിക്കട്ടെ. ഇതില് ഉദ്യോഗം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാര്യം നോക്കുന്ന ആരായിരിക്കും? ഭാര്യമാരായിരിക്കും. അപ്പൊ അവർക്ക് 2 ഉത്തരവാദിത്വം ഉള്ളത്. ഭർത്താവ് വെറുതെ ഇരിക്കും, ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കും. ഭർത്താവിന് ഒറ്റ ബേർഡനേ ഉള്ളൂ, ജോലി ചെയ്യാം. ഭാര്യയ്ക്ക് 2 ഡബിൾ ബേർഡൻ ഉണ്ട്. അപ്പൊ ഈ ഡബിൾ ബേർഡനകത്ത് ആദ്യത്തെ ബേർഡൻ, അതായത് മാസം ശമ്പളം കിട്ടുന്ന ജോലിക്ക് ഈ പെങ്കൊച്ച് പോകുന്നുണ്ട്. അതിനകത്ത് അവർക്ക് കിട്ടുന്ന വരുമാനം ദേശീയ വരുമാനത്തിനകത്ത് കണക്കാക്കും. കാര്യം എന്താ? അത് വേതനമാണ്, അല്ലെങ്കിൽ ഇൻകം ആണ്. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരാൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി, ചേച്ചി, അനിയത്തി, ഇവര് നിങ്ങളുടെ വീടിന് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും സേവനങ്ങൾ നാഷണൽ ഇൻകത്തിന് കാൽക്കുലേഷൻ വരുന്നുണ്ടോ? ഇതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡബിൾ ബേർഡൻ സിൻഡ്രോം അനുഭവിക്കുന്ന ജെൻഡർ ഇന്ത്യൻ വിമൺഹുഡ് ആണെന്നുള്ള സ്റ്റഡീസ് വരെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിൽ വളരെ സോഷ്യലി അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് PSC ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഈ ലെവലിൽ കാര്യം മനസ്സിലാക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ്, നല്ലൊരു ബ്യൂറോക്രാറ്റ് ആയിരിക്കില്ല. എന്റെ സംശയം ഇതാണ്, ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ്, അയാളുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും? അടിപൊളിയായിരിക്കത്തില്ലേ? ഇയാൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാള് സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ PSC അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രക്ഷപ്പെടത്തില്ലേ? PSC ഇനി ഇതുപോലുള്ള ആൾക്കാരാണ് നോക്കുന്നത്. കാണാപ്പാഠം പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എക്കണോമിക് സർവേയുടെ ബേസിക്സ് എങ്കിലും വായിക്കുന്ന, പത്രം വായിക്കുന്ന, ജെൻഡർ പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരെയാണ് PSCക്ക് വേണ്ടത്. അപ്പം PSC പാറ്റേൺ മാറ്റി തന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതായത് പ്രോഗ്രസീവ് ആണിത്. നമ്മുടെ കേരളത്തിന്റെ നിലവാരത്തിന്, നമ്മുടെ സാക്ഷരതയുടെ നിലവാരത്തിനനുസരിച്ച് PSC പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാണെങ്കിൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ന്യൂസ് പേപ്പറിൽ കത്തി നിന്ന ഒരു ടോപ്പിക്കാണ്. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസ് ഇത് പഠിക്കും. LDCക്കും +2നും പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. LDC പഠിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ എക്കണോമിക്സിന്റെ ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സിലുള്ള LDCക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിനകത്തൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സോ റെക്കോർഡഡ് ക്ലാസ്സോ ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഡെയിലി ഓഡിയോ ക്ലാസ്സസും വിവിധ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരു അപ്രോച്ച് മനസ്സിലായല്ലോ. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് എക്കണോമിക്സിന്റെ പാറ്റേൺ നിങ്ങൾ കണ്ടു. നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചോദ്യം നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമുള്ള സന്തോഷം വന്നു. ബിക്കോസ് നമ്മൾ UPSCയുടെ മെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷയാണ്. അതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേണിൽ നിന്നാണ് ഈ 3rd സ്റ്റേജിന് വന്നിട്ടുള്ളത്. UPSC കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ആക്ച്വലി PSC പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് UPSC എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണാപ്പാഠം പഠിക്കുന്നതിന്റെ കാര്യം വളരെ കുറവാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കോൺസെപ്റ്റ് മാത്രം മതി. ഓക്കെ, അപ്പൊ മെമ്മറി പവർ ഇത്തിരി കുറവാണെങ്കിൽ നിങ്ങൾക്ക് UPSC ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദ്യം അല്ലെ. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യമാണ്. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരം PSC ചോദ്യം എല്ലാവർക്കും അറിയാം. 74 അർബൻ ലോക്കൽ ഗവൺമെന്റ് ULB എന്ന് പറയാം അല്ലെ, നഗരപാലിക സമ്പ്രദായം, ഇതും എല്ലാവർക്കും അറിയാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് കണ്ട് പലരും ഡൗട്ട്ഫുൾ ആയിരുന്നു. നെഹ്റുവും അംബേദ്കറും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ അനുകൂലിച്ചിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? നെഹ്റു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്ഥാപനം രാജസ്ഥാനിലൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നറിയാം. അംബേദ്കർ തദ്ദേശ സ്ഥാപനങ്ങളെ അംഗീകരിച്ചിരുന്നു. സി എഗെയിൻ UPSCയിലെ ഒരു സ്ഥിരം തീമാണ് നെഹ്റു വേഴ്സസ് അംബേദ്കർ, അല്ലെങ്കിൽ അംബേദ്കർ വേഴ്സസ് ഗാന്ധിജി. ഈ വ്യക്തിത്വങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യം സ്ഥിരം വരുമായിരുന്നു. ഇവിടെ അംബേദ്കറെ വ്യത്യസ്തനാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ദളിതന്മാരുടെ ഭാഗത്തു നിന്നാണ് ചിന്തിച്ചത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജി, അദ്ദേഹം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാര്യം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ ശക്തി പ്രാപിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ കൊണ്ടുവരണം. അതായിരുന്നു ഗാന്ധിജിയുടെ സ്റ്റാൻഡ്. പക്ഷെ അപ്പോഴൊക്കെ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര അടിപൊളി സിസ്റ്റം ഒന്നും അല്ല. ഈ പറഞ്ഞ പോലെ കവികളൊക്കെ പാടിയിട്ടുള്ളത് ഗ്രാമം അടിപൊളിയും നഗരം മോശമാണെന്നാണ്. പക്ഷെ അംബേദ്കർ ചിന്താഗതി വ്യത്യസ്തമാണ്. ബിക്കോസ് അദ്ദേഹത്തിന് അറിയാം ഇന്ത്യയിലെ ദളിതന്മാര് ഏറ്റവും ചൂഷണം അനുഭവിച്ചിരുന്ന ഗ്രാമങ്ങളിലാണ്. കാര്യം ഗ്രാമങ്ങൾ ആ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്ന ഗ്രാമ മുഖ്യന്മാരെന്നറിയപ്പെടുന്ന ജാമീന്ദാറുകളോ ജമീന്ദാറുകളോ അല്ലെങ്കിൽ ജന്മിവർഗമായിരുന്നു. ഇപ്പൊ ഗ്രാമങ്ങളെ നിയന്ത്രിച്ചിരുന്നത് പ്രഭുവർഗമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അതുവഴി ശക്തി പ്രാപിക്കുന്ന ആരായിരിക്കും? ജാമീന്ദാർമാരായിരിക്കും, സാധാരണ പാവപ്പെട്ട ജനങ്ങളായിരിക്കും. വില്ലേജ് ഓട്ടോക്രാറ്റിക് റൂളിന് അംബേദ്കർ എതിരായിരുന്നു തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. വില്ലേജ് ഓട്ടോക്രസിയുടെ ഡിസ്ട്രക്ഷൻ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുള്ള ആൾക്കറിയാം അംബേദ്കർ ഒരിക്കലും എന്ത് ചെയ്യില്ല, തദ്ദേശ സ്ഥാപനങ്ങൾ അനുകൂലിക്കില്ല. അതുകൊണ്ടാണ് അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച്, അംബേദ്കർ എഴുതിയതാണ് ഭരണഘടന. അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം എഴുതിയ ഭരണഘടന തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. അതൊക്കെ പിന്നീട് 73ാമത്തെ 1990s അതൊക്കെ വരുന്നത്. കാര്യം അംബേദ്കർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്? 1990s 1990 കാര്യം മാറി. ഗ്രാമങ്ങളിലെ സാമീന്ദാരന്മാരെ കടപുഴകി എറിഞ്ഞു. ജനങ്ങളുടെ കയ്യിൽ അധികാരം മാറി. ഈ കാലഘട്ടത്തിൽ ഇത് വന്നാൽ കുഴപ്പമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ എങ്ങനെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നിരുന്നെങ്കിൽ മുട്ടം പണി കിട്ടിയാണ് എല്ലാവർക്കും. അപ്പൊ ഇതിന്റെ പുറകളുടെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എല്ലാവരും, അതായത് പണ്ടത്തെ പോലെ പാരന്റ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യ രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ മൂന്നാമത്തെ പ്രസ്താവന അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആഴത്തിലധികം പഠിച്ചല്ലേ മൂന്നാമത്തെ പ്രസ്താവന കിട്ടത്തുള്ളൂ. അപ്പം ആ ലെവലിലുള്ള ക്ലാസ്സുകൾ ഹിസ്റ്ററിയിലും ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ്, ഇതിനകത്തൊക്കെ ഈ നിലവാരത്തിൽ വരുന്ന സ്പെഷ്യൽ ക്ലാസ് തരും. എഗൈൻ ഇവിടെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുമെന്ന് പറയുന്നില്ല. ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ UPSCയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റുകൾ തരും. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് എന്താണെന്നറിയോ? ഗാന്ധിജിയും നെഹ്റുവും. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ നഗരവൽക്കരണം അല്ലെ, അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസിന്, അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ ഡി ആണ്. ഈ ചോദ്യത്തിന് ആൻസർ ഡി ആണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാ, അംബേദ്കർ സമ്മതിച്ചതില്ല. അപ്പൊ ഇതിന് ആൻസർ ഡി ആണ്. 1 and 2 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം തരാം. ഇത്തരം നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ യന്ത്രവൽകൃതത്വം അല്ലെ, മെഷീൻസ്, ഹെവി മെഷീനറീസ് കൊണ്ടുവരുന്നു. ഇതിനെ ഗാന്ധിജി അംഗീകരിച്ചിരുന്നു. ഗാന്ധിജി നെഹ്റു ഇതിനെ അംഗീകരിച്ചിരുന്നു. മെഷീനറീസ് അല്ലെങ്കിൽ മെഷീൻസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നഗരവൽക്കരണം നടത്തുന്നതിനെ ഗാന്ധിജി നെഹ്റു അംഗീകരിച്ചിരുന്നു. നെഹ്റു അംഗീകരിച്ചിരുന്നു, ഗാന്ധിജി അംഗീകരിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഹ്റു എപ്പോഴും ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായങ്ങളെ അനുകൂലിച്ചിരുന്ന വ്യക്തിയാണ്. ഗാന്ധിജിയോ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കളെ അംഗീകരിച്ചിരുന്ന വ്യക്തി. അപ്പൊ ഇത്തരത്തിൽ വ്യക്തിത്വങ്ങളെ കമ്പയർ ചെയ്ത് നമ്മൾ ക്ലാസ് വിശാലമായിട്ട് ഇതിന്റെ ക്ലാസ്സൊക്കെ ഞാൻ തന്നെ എടുക്കാം. അതുപോലെ ടാഗോറും ഗാന്ധിജിയും. ഇപ്പം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ ടാഗോർ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് മറ്റൊരു ഇപ്പം LSTS മെയിൻസിനകത്ത് വന്നിട്ടുള്ള ഒരു സിലബസിനകത്തുള്ള ഒരു ചോദ്യമാണ് ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ അപ്രോച്ചുകൾ എങ്ങനെയായിരുന്നു? നമുക്ക് ഈ ചോദ്യം അവിടെ പ്രതീക്ഷിക്കാം. ടാഗോർ എങ്ങനെയാണ് ടാഗോർ കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയോ? കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോ അതിനെ പറ്റി പറഞ്ഞിരുന്നു. ടാഗോറും പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് അംഗീകരിച്ചിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് പേര് വരെ ഉണ്ട്. അതിപ്പോ നമ്മുടെ LSGS മെയിൻസിന്റെ സിലബസിനകത്ത് ഈ ടോപ്പിക് ഉണ്ട്.
അപ്പൊ PSC ഇതൊക്കെ നോക്കി വെച്ചേക്കാം, നമുക്ക് LDCക്ക് വേണമെങ്കിൽ വരാം. കാരണം ഈ പ്രസ്താവന വന്നുകൊണ്ട് ആ പ്രസ്താവന വന്നുകൂടായ്മയില്ല. ഓക്കെ, അപ്പം ഈ തരത്തിൽ പഠന നിലവാരം ഉയർത്താൻ വേണ്ടുന്ന അഡീഷണൽ നോട്ട്സും PDF-കളും ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു അപ്രോച്ചിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു അപ്രോച്ചിനെ പറ്റി നിങ്ങൾക്ക്, ഇത് വളരെ യുണീക്ക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫിലോസഫിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കോഴ്സിലേക്ക് വരേണ്ടത്. കാര്യം പല ആൾക്കാരും പണ്ടത്തെ പോലെ രാവിലെ വൈകിട്ട് വരുന്ന കാണാപ്പാടം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് എക്സ്പെക്ട് ചെയ്തിട്ട് വരും, അവർ നിരാശരാകും. അത്തരത്തിൽ ക്ലാസ് എടുക്കാൻ എനിക്കും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന പാറ്റേണിലായിരിക്കും ഈ പരിപാടി വന്നത്. പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിട്ട് മാർക്ക് കൂടാൻ പറ്റുന്ന സ്ട്രാറ്റജി റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനെ ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത്, നിങ്ങളെല്ലാവരും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് നിലവാരം പുലർത്തുന്ന ഒരു ചോദ്യം. നമ്മൾ UPSCയുടെ എക്കണോമിക്സിന്റെ ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയും, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ പറ്റി നിങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും റാങ്ക് ഫയൽ ഇടുന്നുണ്ടോ? ടാഗോർ എടുത്ത പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കമന്റ് സെക്ഷനിൽ പറയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഇത് CBSEയുടെ NCERTയുടെ +1 ടെക്സ്റ്റ് എന്നുള്ള ചോദ്യമാണ്. ഇത് പഠിക്കാൻ നമുക്ക് UPSC സിലബസ് ഫിനിഷ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം UPSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഇത്. കുറച്ച് മൈക്രോ എക്കണോമിക്സ് എലമെന്റ്സ് വരുന്നുണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സംഭവം. യെസ്, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ C ആണ്. അപ്പൊ ഈ ഒരു ചോദ്യം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഇവിടെ നിന്ന് ഭാവിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്റെ കൂടെ നിൽക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇത്തരം ഡിഫിക്കൽട്ട് ടോപ്പിക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് PSCയിൽ വന്നിട്ടുള്ള ഇത്തരം ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് അത് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്കിത് ഏറ്റവും എലിമെന്ററി ലെവലിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. +2 കൊമേഴ്സിനെ പഠിച്ചിട്ടുണ്ടെന്ന് വിനു പറയുന്നത്. ഇത് കൊമേഴ്സ് മൈക്രോ എക്കണോമിക്സിന്റെ ടെക്സ്റ്റിലാന്ന് തോന്നുന്നു അല്ലെ? മൈക്രോ എക്കണോമിക്സ് ടെസ്റ്റിലാന്ന് തോന്നുന്നു. ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞുതരാം. കാര്യം നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. ഇത് മലയാളത്തിൽ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കും കത്തില്ല അല്ലെ? കുഴപ്പമില്ല. ഓക്കെ, ഡിഗ്രി ലെവലിൽ ഇതുണ്ടായിരുന്ന സ്വപ്നം. ഡിഗ്രി ലെവൽ എക്കണോമിക്സിൽ ഈ ടോപ്പിക് ഉണ്ടെന്ന് സ്വപ്നം പറയുന്നത്. അതെ, മൈക്രോ എക്കണോമിക്സിനകത്തൊന്നും ഇതിന് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടുന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ആയിരിക്കും. കാര്യം ഇത് ഞാൻ ഇപ്പൊ വിശാലമായിട്ട് ഇതിന്റെ ഉത്തരം പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരിക. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കയ്യില് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? മസാല ദോശയാണോ, ഷവായാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? ഇപ്പൊ എനിക്ക് അൽഫാം ഷവായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഷവായ. കുറെ പേര് ഷവായ പറയുന്നുണ്ട്. ഗുഡ്. ഷവർമ, ജിൻസിയ മസാല ദോശ പറയുന്നുണ്ട്. ഓക്കെ, വിശന്നിരിക്കുമ്പോഴാണ് സാർ ഈ ചോദ്യം ചോദിക്കുന്നത് അല്ലെ? ഓക്കെ, ഫൈൻ. ഓക്കെ ഓക്കെ, ഫൈൻ. മസാല ദോശയുടെ കൂടെ ഒരു വട ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? മസാല ദോശ എന്ന് കുറെ പേര് വന്നു. നമുക്ക് മസാല ദോശയുടെ കൂടെ ഒരു വടയും കൂടെ കിട്ടി എങ്ങനെ ഇരിക്കും? ഹെവി ആയിരിക്കും നമ്മൾ. അടിപൊളിയാണ്. മസാല ദോശ ആണെങ്കിൽ വട കൂടെ വേണമല്ലോ. യെസ്, എക്സാക്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കുറെ പേര് ഇൻട്രസ്റ്റിംഗ് കമന്റ് കാണുന്നുണ്ട്. കൊള്ളാം. അപ്പം നമുക്ക് ഒരു മസാല ദോശ കഴിക്കുന്നതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ഒരു മസാല ദോശയും ഒരു വടയും, അല്ലെങ്കിൽ ഒരു മസാല ദോശയും ഒരു വടയും, അല്ല 2 വടയും കൂടെ കഴിക്കുമ്പോഴല്ലേ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അൽഫാം വാങ്ങിക്കാൻ കടയിൽ പോകുന്നിരിക്കട്ടെ, അൽഫാം മാത്രം കിട്ടിയാൽ ടേസ്റ്റ് ആവുമോ? അല്ലെങ്കിൽ ഷവായ മാത്രം കഴിച്ചാൽ ടേസ്റ്റ് ആവുമോ? കൂടെ മയണൈസും കൂടെ വേണ്ടേ? മയണൈസ് ഇല്ലാതെ ഈ കൂടുതൽ എത്ര പേര് അൽഫാം കഴിക്കും? എന്റെ ചോദ്യം ഇതാണ്. ഓക്കെ, ഓക്കെ, മയണൈസ് വേണം. എല്ലാവർക്കും മയണൈസ് വേണം. അപ്പം പലപ്പോഴും നമ്മള് ജ്യോതിമോള് സദ്യയുടെ കാര്യം പറയുന്നു. അടിപൊളി. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അത് ഹെവിയാണ് സംഭവം. ഓക്കെ, ആരതിക്ക് മാത്രം മയണൈസ് വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള എനിക്ക് മയണൈസ് വേണം അല്ലെ? അപ്പം ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എപ്പോഴും ഒരു ഒറ്റ പ്രോഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഹാപ്പി ആവണമെന്നില്ല. ആ പ്രോഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റിന് വേണം. ഉദാഹരണത്തിന് നിങ്ങൾ ഷൂസ് മാത്രം വാങ്ങിക്കാറുണ്ടോ? കൂടുതൽ സോക്സും കൂടെ വാങ്ങിയിട്ടില്ലേ?
ഷൂസ് മാത്രമായിട്ട് ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് വേണം. നമുക്ക് പലപ്പോഴും ഇപ്പം പേന വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മഷീൻ വേണമെന്ന് പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നമ്മളൊന്ന് സ്റ്റേബിൾ ആവുക, അല്ലെ? നിങ്ങൾ ഓടാൻ വേണ്ടി ഷൂസ് വാങ്ങിക്കുന്നു, ഷൂസിനോട് 2 ജോഡി സോക്സും കൂടെ വാങ്ങിച്ചാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പം ഇവിടെ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ള വരുമാനം അനുസരിച്ചിട്ട് അവൻ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഹീസ് ഹാപ്പി. ഇപ്പം നിങ്ങൾക്ക് മാസം ഒരു 20,000 രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് മാസം എന്ത് ചെയ്യാൻ പറ്റും? അൽഫാം വാങ്ങിക്കാൻ പറ്റും. അൽഫാമും മയണൈസും സാലഡും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ മാസം ഒരു നേരം ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് മാസം 10 കോടി രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. ഇതിനെ ഇപ്പൊ നിങ്ങൾ ഡെയിലി നിങ്ങൾ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20,000 രൂപ വരുമാനം ഉണ്ടെങ്കിലും 10 കോടി രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം ലെവൽ അനുസരിച്ച് യു ആർ ഹാപ്പി വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. ഉപഭോക്താവിന്റെ പരമാവധി സംതൃപ്തി ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം ഇല്ലെങ്കിൽ പോലും ഈ സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റും, അല്ലെ? 10 കോടി വരുമാനമുള്ള ഒരാളും 20,000 രൂപ വരുമാനമുള്ള നിങ്ങൾക്കും ഈ സാധനം വാങ്ങിക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഇപ്പൊ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകത്തിന് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൂസും സോക്സും വാങ്ങിക്കാൻ പറ്റും. അതാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ഇതാണ്. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലെ ചിക്കൻ ബിരിയാണിക്കാണോ അതോ നമ്മുടെ ഇവിടെ പ്ലാമൂട് കിട്ടും 99 രൂപയ്ക്ക് ബിരിയാണി, അതിനാണോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്? നല്ല അടിപൊളി ബിരിയാണി, നല്ല അടിപൊളി റൈസ് ഒക്കെ അവിടെ കിട്ടും. പ്ലാമൂട് എന്നൊക്കെ പലരും പറയുന്നത്. 99 രൂപ ബിരിയാണിക്കാണ് സാറ്റിസ്ഫാക്ഷൻ. എന്തുകൊണ്ടാ? നമ്മുടെ വരുമാനത്തിൽ അവരിരുന്ന ബിരിയാണിയും സാലഡും ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കിട്ടും. അതും കൂടെ കഴിക്കുമ്പോഴത്തേക്കും സെറ്റാണ്. തട്ടുകടയുടെ ഫുഡ് കോൺസെപ്റ്റ് അതാണ്. അപ്പൊ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് എങ്ങനെയാ? നിങ്ങളുടെ വരുമാനം അനുസരിച്ച് നിങ്ങൾ കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സെറ്റാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ ഉപഭോക്താവിന്റെ പരമാവധി സംതൃപ്തിയുടെ അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം അനുസരിച്ച് നിങ്ങൾ ഇതിൽ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പം ഉപഭോക്താവിന്റെ വരുമാനവും നിങ്ങളുടെ ഇൻകം, വസ്തുവിന്റെ വിലയും അതിൽ നിന്നുള്ള സംതൃപ്തിയുമാണ് ഇവിടുത്തെ പ്രധാന ഘടകങ്ങൾ. കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് അതായത് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. നിങ്ങൾക്ക് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്നൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി കുറച്ചുകൂടെ ആഴത്തിലേക്കുള്ള പോർഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏത് ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. സെറ്റ് ആണല്ലോ? ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയും വടയും ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, അല്ലെ? ഒരു ചായ 2 വടയും കഴിച്ചു കഴിഞ്ഞാൽ വി ആർ ഹാപ്പി. അപ്പൊ അവിടെ അതിന് അത്രത്തോളം ഡിമാൻഡ് ഉണ്ടല്ലേ? തട്ടുകടയിൽ ഏറ്റവും ചിലവാകുന്ന ഐറ്റം എന്താ? ഓംലെറ്റും തട്ടുദോശയും. എന്തുകൊണ്ടാ? അത് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്. നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, റോഡിന് സൈഡ് ചെയ്യുന്ന 2 ചായ ഒക്കെ കുടിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെ? ഇനി ഇതിന്റെ കുറച്ച് മാക്രോ എക്കണോമിക് എലമെന്റ്സിലേക്ക് നമുക്ക് പോകണം. എപ്പോഴാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന മേഖലയിലാണ്. കേട്ടപ്പോൾ നിങ്ങളുടെ കിളി പോയെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ PSCയുടെ ഒരു ഗുണം അല്ലെങ്കിൽ UPSCയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഇല്ല. നമുക്കെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ട് ഞെട്ടരുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സിരുന്ന്, ഇറ്റ്സ് എ മെന്റാലിറ്റി. നിങ്ങൾ കൃത്യമായിട്ടുള്ള മാനസികാവസ്ഥ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇതിൽ എളുപ്പമാണ്. ഇപ്പം വക്രത ആരം എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോയി. പക്ഷെ അത്ര ഈസി കോൺസെപ്റ്റ് വേറെ ഇല്ല. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്ന വക്രത ആരത്തിന്റെ എക്കണോമിക്സ് വെച്ചിട്ടാണ്. വക്രത ആരം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ പോയി ഒരു പഴങ്കഞ്ഞി ഒരു മാറ്റി പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഡെയിലി ലൈഫുമായിട്ടുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്താന്ന് നോക്കാം. ബഡ്ജറ്റ് ലൈൻ, ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ ഒരു വടയും കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഹാപ്പി ആവുക, അല്ലെ? അല്ലെങ്കിൽ അൽഫാം വാങ്ങിക്കുമ്പോൾ കൂടെ മയണൈസ് വേണം. കാര്യം മയണൈസ് ഇല്ലാത്ത അൽഫാം ഇൻകംപ്ലീറ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ചില സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഇത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് സെല് ചെയ്യുന്നത്, അല്ലെ? അൽഫാമിന് ഒരു വില, മയണൈസിന് മറ്റൊരു വില. അപ്പൊ മയണൈസ് അൽഫാം വാങ്ങിക്കുന്ന ഒരാൾ മയണൈസ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ പ്രോഡക്റ്റുകളുണ്ട്, അല്ലെ? യെസ്.
അൽഫാമിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ കമന്റ്സ് കിട്ടാം. ഓക്കെ ഗുഡ്. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ പ്രോഡക്റ്റ് ഉണ്ട്. ഷൂസ് വാങ്ങിക്കുമ്പോൾ സോക്സ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഷൂസിന് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ നിശ്ചിത വരുമാനത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന 2 ചരക്കുകളുടെ കോമ്പിനേഷൻ ആണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. നമുക്കതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. അതായത് നിങ്ങളുടെ കയ്യിൽ 500 രൂപ ബഡ്ജറ്റ് ഉണ്ട്. അതില് 400 രൂപ ഷൂസിനാവും, 50 രൂപ സോക്സിനാവും. നിങ്ങൾക്ക് 2 ജോഡി സോക്സ് വേണം അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഷൂസും വാങ്ങി 2 സോക്സും വാങ്ങിക്കും. അപ്പൊ നിങ്ങൾ ഹാപ്പി ആവും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മാസ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫുൾ അൽഫാം കഴിക്കണമെങ്കിൽ എത്ര ഡിപ്പ് മയണൈസ് വേണം നിങ്ങൾക്ക്? അതായത് നമുക്ക് ഹാപ്പി ആയിട്ട് കഴിക്കണമെങ്കിൽ ഒരൊറ്റ ഡിപ്പ് മതിയോ? ഒരു ഫുൾ അൽഫാം 4 പേരും കൂടി ഒന്ന് കഴിക്കാന്നിരിക്കട്ടെ. എന്റെ മോനെ, ചില ആൾക്കാർക്ക് 4 ഡിപ്പ് വേണം, 2 എണ്ണമെങ്കിലും വേണം. ഓക്കെ, ചില ആൾക്ക് 4, ചില 5. ഓക്കെ, കൊള്ളാം കേട്ടോ. ഈ മയണൈസ് ഒക്കെ ടോക്സിക് ആയിട്ടുള്ള സംഭവമാണ്, കുറച്ച് കഴിക്കുക. ഇതിപ്പോ ഞാനും കഴിക്കുന്നുണ്ട്. മിനിമം 2 ഡിപ്പെങ്കിലും വേണം അല്ലേ? ഓക്കെ ഗുഡ്. അപ്പം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട്, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഫുൾ അൽഫാം കഴിക്കണമെങ്കിൽ മിനിമം 2 മയണൈസിന് ഡിപ്പെങ്കിലും വേണമല്ലോ. ഒരു മയണൈസിന് ഡിപ്പ് ആയാൽ നമ്മുടെ ഹാപ്പിനെസ് കുറയില്ലേ? പക്ഷെ പല ആൾക്കാരും ഒരു അൽഫാം വാങ്ങിക്കുമ്പം ഒരൊറ്റ മയണൈസ് ഡിപ്പേ വാങ്ങിക്കാവുള്ളൂ. എന്തുകൊണ്ടാ? അവിടെ പൈസ ഇല്ല. അവർക്ക് ഹാപ്പി ആവണമെങ്കിൽ ഒരു അൽഫാമും 2 മയണൈസ് ഡിപ്പ് അല്ലെങ്കിൽ 4 മയണൈസ് ഡിപ്പ് വാങ്ങിക്കണം. പക്ഷെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു അൽഫാം ഒറ്റ മയണൈസ് ഡിപ്പ് വാങ്ങിക്കും. ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ പ്രശ്നം. ഓക്കെ, മയണൈസ് ഫ്രീ ആക്കണം എന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് നിവേദനം സമർപ്പിക്കാം. ഓക്കെ, ഗവൺമെന്റ് നിവേദനം സമർപ്പിക്കാം. അതൊരു പൊതുജന ആവശ്യമാണ്. അപ്പൊ ഞാൻ കോൺസെപ്റ്റ്, നിങ്ങളുടെ ബഡ്ജറ്റ് ലൈൻ നിങ്ങൾക്ക് കൺസ്ട്രെയിൻഡ് ആണ്, കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ അൽഫാമും ഒരു മയണൈസ് മാത്രം വാങ്ങിയാൻ പറ്റത്തുള്ളൂ. 2 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ ആയിരുന്നു നിങ്ങൾ ഹാപ്പി ആവുന്നത്. ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ പ്രശ്നം. നമുക്കിനി ഇൻഡിഫറൻസ് കർവ് എന്താ നോക്കാം. ഓക്കെ, രസകരമായിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ലൈനിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ബഡ്ജറ്റ് ലൈനിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പം 8 കിലോ അരി വാങ്ങിക്കുമ്പോൾ 12 കിലോ വീറ്റും കൂടെ വാങ്ങിക്കാൻ പറ്റും. ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, പലരും മയണൈസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കറക്റ്റ് ആണ്, വീട്ടിലുണ്ടാക്കിയത് അടിപൊളിയാണ് മയണൈസ്. വീട്ടിൽ നമുക്ക് അതായത് സേഫും ആണ്, ഇറ്റ്സ് എക്സ്ട്രീംലി സേഫ്. ഓക്കെ, അപ്പം നമുക്കിനി ഇൻഡിഫറൻസ് കർവ് എന്താന്ന് നോക്കാം, അല്ലെങ്കിൽ നിസ്സംഗത വക്രം എന്താന്ന് നോക്കാം. ഓക്കെ, നിസ്സംഗത വക്രം. ഇൻഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? ഇൻട്രസ്റ്റ് ഇല്ല ഒരു പർട്ടിക്കുലർ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ചോട്ടെ, നിങ്ങൾക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ നിങ്ങൾ റെഡിയാണ് അല്ലെ? ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ചിക്കൻ ബിരിയാണി. പക്ഷേ 2 ചിക്കൻ ബിരിയാണി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടായിരിക്കും? 2 ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും? 2 എണ്ണം കഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്നാൽ 2 എണ്ണം കഴിച്ചൂടെ? അല്ലെങ്കിൽ 3 or 4 ചിക്കൻ ബിരിയാണി കഴിച്ചാലോ? നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണല്ലോ, എന്നാ പിന്നെ 4 എണ്ണം കഴിച്ചൂടെ? ചിലത് അതിന് ബാക്കി പിന്നെ തിന്നുന്നത്. നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കഴിക്കോ? ഓക്കെ, ഒരു നേരം ഓക്കെ ആണ്, പിന്നെ മടുക്കും. യെസ്, ഇതാണ് ഇൻഡിഫറൻസ്. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ അതിന് യൂട്ടിലിറ്റി ഇല്ല. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഗുണമുള്ളത്. നിങ്ങളിപ്പം നമ്മുടെ റെവല്യൂഷൻ ബാച്ചിലേക്ക് വരുന്നു, നിങ്ങൾക്ക് ഗുണമില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ റെവല്യൂഷൻ ബാച്ചിലേക്ക് വരുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയെങ്കിൽ വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റെവല്യൂഷൻ ബാച്ച് വന്നെങ്കിൽ മാർക്ക് കൂടുമെന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരത്തുള്ളൂ. പഠിക്കാൻ ഇഷ്ടമായിട്ട് മാത്രമായിട്ട് ആരും ഒരു കോഴ്സിനും ജോയിൻ ചെയ്തില്ല. ഇതാണ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു കോമ്പിനേഷൻ ഓഫ് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുന്ന യൂട്ടിലിറ്റി വേണം. ഒരു വ്യക്തിക്ക് തുല്യ സമ്പത്ത് നൽകുന്ന 2 വിവിധ സാധനങ്ങളുടെ സംയോജനമാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ കണ്ടു ഒരു നിശ്ചിത വരുമാനം. ഇവിടെ 2 സാധനങ്ങൾ, അതായത് ബഡ്ജറ്റ് ലൈൻ അണ്ടറിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനകത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി നൽകുന്ന രീതിയിൽ വിവിധ ആളുകളുടെ 2 സംയോജനമാണ്. വിച്ച് മീൻസ് അൽഫാമിന്റെ കൂടെ 2 മയണൈസ് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി. ഒരു മയണൈസ് കിട്ടിയാൽ ഹാപ്പി ആവത്തില്ല, 2 മയണൈസ് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആവത്തുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഹാപ്പി ആവത്തുള്ളൂ. പലയിടത്തും മുട്ട തരാറില്ല, മുട്ട സെപ്പറേറ്റ് പൈസ എടുത്ത് വാങ്ങിക്കണം. പക്ഷെ മുട്ടയും കൂടെ ഉണ്ടെങ്കിലോ, ആ ചിക്കൻ ബിരിയാണിയും മുട്ടയും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലോ, അതാണ് ഇൻഡിഫറൻസ് കർവ്. അല്ലെങ്കിൽ അൽഫാമും 2 മയണൈസും നിങ്ങൾ ഹാപ്പിയാണ്.
അൽഫാമും 10 മയണൈസും കിട്ടിയാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അൽഫാമിലൂടെ 10 മയണൈസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ? 2 മയണൈസ് കിട്ടുമ്പോഴേ നിങ്ങൾ നിസ്സംഗത അറ്റൈൻ ചെയ്യും. ഇൻഡിഫറൻസ് ആണ്. അതിന് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല. മയണൈസ് ഇഷ്ടമാണ്, സമ്മതിക്കുന്നു. പക്ഷെ കൂടുതൽ വേണോ? അധികമായാൽ അബദ്ധം വിഷം എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ അവസ്ഥ. നിസ്സംഗത വക്രം, ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 2 പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും. നിങ്ങൾ ഹാപ്പിയാണ്. അതിനകത്ത് ഒരു പ്രോഡക്റ്റിന്റെ എണ്ണം കൂടിക്കൊണ്ട് നിങ്ങൾക്ക് പ്രതി ഗുണമൊന്നുമില്ല. ഒരു അൽഫാമും 2 മയണൈസും ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. അല്ലെങ്കിൽ 4 മയണൈസ് 4 മയണൈസ് ഓക്കെ. 10 മയണൈസ് എന്തായാലും ആർക്കും വേണ്ടി വരില്ല. അപ്പം ഈ ഒരു കർവ് നോക്കുക. നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുവാണ്. ഇതിപ്പം ബിസ്ക്കറ്റും ഇത് നമുക്ക് അൽഫാം മയണൈസ് എന്ന് എഴുതിയെടുക്കാം. അൽഫാം മയണൈസ്. ഇവിടെ നിങ്ങൾ ഒരു ഫുൾ അൽഫാം വാങ്ങിക്കുമ്പോൾ 2 മയണൈസ് കിട്ടുന്നു. നിങ്ങൾ ഹാപ്പിയാണ്. ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇവിടെ നിങ്ങൾ ഒരു അൽഫാം വാങ്ങിക്കുമ്പോൾ 10 മയണൈസ് ഇടുന്ന സ്ഥലം ഇത്. ഇത് ഇൻഡിഫറൻസ് കർവിന് പുറത്താണ്. അപ്പൊ ഇത് ആർക്കും താല്പര്യമില്ലാത്ത മേഖല. എപ്പോഴും ഇൻഡിഫറൻസ് കർവിന് ഉള്ളിൽ വരുമ്പോഴാണ് പ്രോഡക്റ്റുകൾ ആൾക്കാർ വാങ്ങിക്കുക. മനസ്സിലായി? ഇൻഡിഫറൻസ് കർവിന്റെ ആ ഒരു പാറ്റേൺ അത് വരണം. അല്ലെങ്കിൽ അത് താഴെ ആയിരിക്കണം. അത് ഓവർ ആയി കഴിഞ്ഞാൽ ചളവാകുമെന്ന് പറയുന്ന പോലെ ഇതില് ഒരു അൽഫാം 10 മയണൈസ് ആരും വാങ്ങിയാൽ മതി. ഇത് കർവിന് പുറത്താണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി? ഇൻഡിഫറൻസ് കർവ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? എനി ഡൗട്ട്? ഇൻഡിഫറൻസ് കർവിനകത്ത് വരുമ്പം ദേ ആർ ഹാപ്പി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഷൂസ് 2 സോക്സും, ഒരു ഷൂസും 100 സോക്സും നിങ്ങൾക്ക് വേണ്ടി വരുമോ? എന്റെ ചോദ്യം ഇതാണ്. ഒരു ഷൂസ് 2 സോക്സും കറക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഒരു ഷൂസും 4 ജോഡി സോക്സും നിങ്ങൾ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഹാപ്പിയാണ് അതിന്. അപ്പൊ ഒരു ഷൂസും 100 ജോഡി സോക്സിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും വരുന്നില്ല. അപ്പൊ ഈ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും മീറ്റ് ചെയ്യുന്നതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയാം. വിച്ച് മീൻസ് നിങ്ങളുടെ കയ്യിലെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പറ്റും. കാര്യം ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താ? 2 കോമ്പിനേഷൻ സാധനം വാങ്ങിക്കാൻ വേണ്ടുന്ന പൈസ. ഇൻഡിഫറൻസ് കർവ് എന്താ? അങ്ങനെ വാങ്ങിക്കുന്ന 2 കോമ്പിനേഷൻ സാധനങ്ങളിൽ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്തതിന് വഴിയുണ്ട്. കണ്ടോ? ഇൻഡിഫറൻസ് കർവും ഇതാണ് ബഡ്ജറ്റ് ലൈൻ, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇത് മീറ്റ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് മീറ്റ് ചെയ്യുമ്പോഴല്ലേ? തട്ടുകടയിലെ ദോശയും ഓംലേറ്റും ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും മീറ്റ് ചെയ്യുന്ന, കൺസ്യൂമർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന ക്ലാസിക് എക്സാമ്പിൾ ആണ്. അൽഫാമും മയണൈസും, ചായയും വട. ഒരു ചായ 2 വട. അല്ലെങ്കിൽ എനിക്ക് വടക്കട എനിക്കിഷ്ടം സമൂസയാണ്. ഒരു ചായ 2 സമൂസ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഇൻഡിഫറൻസ് കർവ് ഇത്രത്തോളം അടിപൊളിയായിട്ട് മീറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മസാല ദോശയും വട. അവിടെ 2 കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 2 വാങ്ങിക്കാൻ പറ്റും. അതിൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ട. 2 മസാല ദോശ ഒരു വട എന്നൊരു ആരും വാങ്ങിയതല്ലോ. ഈ ഒരു ഗോൾഡൻ ഇന്റർസെക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇപ്പം ചോദിക്കാം. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ നാളെ ചായക്കടയിൽ പോകുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ആലോചിക്കില്ലേ? നിങ്ങൾ ഇനി നാളെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും 2 കോമ്പിനേഷൻ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും PSC ഈ ചോദ്യം ആലോചിക്കില്ലേ? അപ്പൊ PSC ഒരിക്കലും ക്രൂവൽ ആവുന്നതല്ല. ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ബ്യൂറോക്രാറ്റ്സിനാണ് PSCക്ക് വേണ്ടത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോകുന്നത്, നിങ്ങൾ സർക്കാർ സ്ഥാപനത്തിൽ പോകുമ്പോഴത്തേക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ ബ്യൂറോക്രാറ്റ്സ് ഇരിക്കുന്നത് എന്തുകൊണ്ടാ? പഴയ PSC പാറ്റേണിൽ കാണാതെ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ അധികാരത്തിലേക്ക് എത്തി. ബ്യൂറോക്രാറ്റിക് എപ്പതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിർവികാരത. ഒരാൾ ബ്യൂറോക്രാറ്റ് ആവുന്ന ജനങ്ങളെ സേവിക്കാൻ, പക്ഷെ ബ്യൂറോക്രാറ്റ് അയാളെ സേവിക്കാറേ ഉള്ളൂ. കാരണം ഈ രീതിയിൽ അറിവ് നേടും തോറും നമ്മൾ എന്താവും? കൂടുതൽ നല്ല മനുഷ്യന്മാരാവുന്ന ബ്ലേസ് പാസ്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ അത്യാവശ്യം അറിവുള്ള, ചിന്തിക്കാൻ സാധിക്കുന്ന, കുറച്ച് എക്സ്ട്രാ റീഡിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരെയാണ് PSC ഇപ്പൊ നോക്കുന്നത്. PSCയുടെ നല്ലൊരു മൂവ്മെന്റ് ആണിത്. ബാക്കി സംസ്ഥാനങ്ങൾ ഓൾറെഡി ഈ നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിത് തിരിച്ചു പോക്കില്ല. ഇതിനെക്കാളും ഹയർ നിലവാരത്തിലേക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ഈ ഒരു ബാച്ചിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എനിക്ക് തോന്നുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടുമെന്നുള്ള കാര്യം. ഇപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളായി നമ്മൾ ക്ലാസ് ചെയ്താൽ ഇനി കോഴ്സിന്റെ ബാക്കിയുള്ള ബ്രീഫ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള PDF ഇപ്പൊ ഇന്ന് ഞാൻ തന്ന പോലെ സെലക്ടഡ് ആയിട്ട് നോട്ട്സിന്റെ PDF, പിന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ള LDC +2 ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കംപ്ലീറ്റ് അനാലിസിസ്, സിവിൽ സർവീസ് ചോദ്യ പേപ്പറുകൾ, നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് എന്ത് സംശയവും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ മെയിൻ പ്രശ്നം സ്ട്രെസ് മാനേജ്മെന്റ് ആണ്.
നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു എക്സാം ഹോളിൽ കൊണ്ടുപോയിട്ട് തെറ്റിക്കുന്നത് നിങ്ങൾ ടെൻഷൻ കൂടി ചളവാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റിനും മോട്ടിവേഷൻ സ്പെഷ്യൽ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വീക്ക്ലി സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റാങ്ക് ഹോൾഡേഴ്സ് അടക്കമുള്ള ആൾക്കാരുടെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ്, കാര്യം നമ്മുടെ കോഴ്സ് ഫീ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന മാസം വെറും 499 ഉള്ളൂ. പിന്നെ പെർ മന്ത് 199 മാത്രം. കാര്യം എന്റെ കോഴ്സ് ഫീ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. നിങ്ങൾ ഒരു മാസം ഇരിക്കും, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അടുത്ത മാസത്തേക്ക് വന്നാൽ മതിയായിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റിയുടെ അടുത്ത് അത്രത്തോളം അഷ്യൂർഡ് ആണ്. കോഴ്സിലേക്ക് വരുന്ന ഒരാൾക്ക് മറ്റെവിടെയും കിട്ടാത്ത അടിപൊളി കണ്ടുകൾ തരാൻ പറ്റും എന്നുള്ള കാര്യം ഞങ്ങൾ റിസർച്ച് ടീമും ഉറപ്പ് തന്നിട്ടുണ്ട്. ഡെയിലി ഓഡിയോ ക്ലാസ്സസും പിന്നീട് വീക്ക്ലി വീഡിയോ ക്ലാസ്സസ് തരുന്നതായിരിക്കും. വീഡിയോ ക്ലാസ്സസ് ഒന്നുകിൽ ലൈവ് ആയിരിക്കും, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് വരും. ഇതെല്ലാം ടെലിഗ്രാമിൽ കൂടെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ആപ്പിൽ ഒരു അക്കാഡമിയിലോ ജോയിൻ ചെയ്ത് PSC 10th ലെവൽ പഠിക്കാൻ ഒരു കുഴപ്പമില്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഡെയിലി മാക്സിമം ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. വീഡിയോ ക്ലാസ് ഉള്ള ദിവസങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ക്ലാസ് വരാം. വീഡിയോ ക്ലാസ് ഉള്ള ദിവസങ്ങൾ നിങ്ങൾ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെക്കേണ്ടി വരും. അത് ലൈവായിട്ട് തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് അറ്റൻഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി 1.5 മണിക്കൂർ എനിക്ക് തന്നാൽ മതി. നമ്മൾ അതില് മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് ഒരിക്കലും ഓവർലോഡ് ആവില്ല. ഈ ബാച്ച് ഒരിക്കലും ഓവർലോഡ് ആവുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കോഴ്സിലേക്ക് വരാനുള്ള ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? യെസ്, ഓക്കെ, ബൈ, ഗുഡ്. ഞാൻ റെക്കോർഡ് സെഷൻ ഓഫ് ആക്കിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഓരോന്നോരോന്ന് ഞാൻ കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആക്കുകയാണ്.